മാതൃത്വത്തിന്റെ കവചമുയർത്തി സർക്കാരിന് നേരെ രാഷ്ട്രീയ യുദ്ധം നടത്താനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ ചെയ്യേണ്ടതെല്ലാം സിപിഐഎം ചെയ്യുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ തരത്തിൽ സർക്കാരിന് നേരെയുള്ള ആക്രമണങ്ങൾ, ബിജെപിയും കോൺഗ്രസും നടത്തുന്ന ആക്രമണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഷീജ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, ഈയൊരു ഘട്ടത്തിൽ സ്വാഭാവികമായും സർക്കാരിന് നേരെയും ഒപ്പം സിപിഎമ്മിന് നേരെയും ഈ വിഷയം ഉപയോഗിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രസ്താവനയിൽ പറയുന്നത്? തീർച്ചയായും സൗമ്യ, സംസ്ഥാന സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ സിപിഐഎമ്മിനെതിരെയും വ്യക്തമായി തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇറങ്ങിയിരിക്കുന്നത്. മാതൃത്വത്തിന്റെ കവചമുയർത്തിക്കൊണ്ട് LDF സർക്കാരിന്റെ രാഷ്ട്രീയ യുദ്ധം വെട്ടാനുള്ള BJPയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് മുന്നണിയുടെയും ദുഷ്ടലാക്കാണ് ഇത് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു. ഇത് തിരിച്ചറിയണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ പ്രസ്താവനയിലൂടെ കേരള ജനതയോട് നടത്തുന്നത് എന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മകന്റെ മരണത്തിൽ മനംനൊന്ന് കഴിയുന്ന ഒരു അമ്മയുടെ പേരിൽ സർക്കാർ വിരുദ്ധ വികാരം പടർത്താനുള്ള ഒരു ബോധപൂർവമായ രാഷ്ട്രീയ യജ്ഞം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് മുന്നണിയും അതോടൊപ്പം തന്നെ BJPയും ചേർന്നുകൊണ്ട് സംസ്ഥാനത്ത് ഹർത്താൽ നടത്തിയതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതിന് പശ്ചാത്തലമൊരുക്കി EMS സർക്കാരിന്റെ 60ാം വാർഷിക ദിനാഘോഷത്തിൽ ആ ദിവസം തന്നെ DGP ഓഫീസിന് മുന്നിൽ സമരവും സംഘർഷവും സൃഷ്ടിച്ചത് യാദൃച്ഛികമാണെന്ന് കരുതാൻ സാധിക്കില്ലെന്നും പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും പ്രധാന നേതാക്കൾ സമരത്തിന് ചുക്കാൻ പിടിച്ച് പരിസരങ്ങളിൽ ഉണ്ടായിരുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജിഷ്ണു പ്രണോയുടെ കുടുംബാംഗങ്ങൾ അല്ലാതെ ആരും തന്നെ സമരക്കാർക്കൊപ്പം അണിനിരുന്നതിന് പുറമെ ആയിരുന്നു ഇത്തരത്തിൽ ഉള്ള നേതാക്കളുടെ സാന്നിധ്യവും ഇവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ, ജിഷ്ണുവിന്റെ സംഭവത്തിൽ LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലും വീഴ്ചകൾ ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ ജിഷ്ണുവിന്റെ സംഭവം LDF സർക്കാരിന്റെ സൃഷ്ടിയുമല്ല. അത് വിദ്യാഭ്യാസ കച്ചവടത്തിനും കൊള്ളയ്ക്കും എതിരായി സ്വകാര്യ സ്വാശ്രയ മാനേജ്മെന്റുകൾ അവർക്ക് ഇത്തരത്തിൽ വളരാനുള്ള ഒരു നിലവിലൊരു സാഹചര്യം ഒരുക്കിക്കൊടുത്തത് അത് UDF സർക്കാർ തന്നെയാണ്. UDFന്റെ ഭരണകാലത്ത് തന്നെയാണ്. AK ആന്റണിയുടെ സൃഷ്ടി തന്നെയാണ് ഇതെല്ലാം എന്നും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ സാഹചര്യത്തിൽ അത്തരത്തിൽ സാഹചര്യം ഒരുക്കിയവർ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് തീർത്തും കൗതുകകരമാണെന്നും പ്രസ്താവനയിലൂടെ കുറ്റപ്പെടുത്തുന്നു. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. മാതൃത്വത്തിന്റെ കവചം ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ യുദ്ധത്തിനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നാണ് CPM പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്.